ഫാഗിയോട് ബൈക്കിൽ കയറാൻ പോലീസ് പറയുമ്പോൾ ബൈക്കിൽ കയറാൻ മടിച്ച് ഫാഗി നിൽക്കുമ്പോൾ പോലീസ് ജീപ്പിൽ കയറേണ്ടി വരുമെന്ന് പേടിച്ച് ഫാഗി മഹേന്ദ്രന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നു. വഴിയിൽ വെച്ച് മഹേന്ദ്ര ഓട്ടോ വിളിച്ച് ഫാഗിയെ ഓട്ടോയിൽ കയറ്റി വിടുന്നു. മറുവശത്ത് കുട്ടികൾ ഏത് സ്കൂളിലായിരിക്കും പഠിക്കേണ്ടി വരുന്നതെന്നും അച്ഛന്റെ കൂടെ മൂന്നാറിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ്. ഈ സമയം മഹേശ്വരി കുറച്ച് സ്കൂളുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് ദൂരം കൂടിയ സ്കൂൾ സെലക്ട് ചെയ്യുകയാണ് മഹേന്ദ്ര. ഇതെല്ലാം കാണുന്ന അരുന്ധതിക്ക് ദേഷ്യം വരുന്നു. മറുവശത്ത് ഫാഗിയും കൂട്ടുകാരിയും മിലിറ്ററി ക്യാമ്പുകളിൽ കയറി ഒരു സിഗ്നേച്ചറിന് വേണ്ടി നടക്കുകയാണ്. പക്ഷെ ഒരു മേജറും സിഗ്നേച്ചർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് ഫാഗി. ഈ സമയം അരുന്ധതി ചിത്രഗുപ്തന്റെ ബുക്ക് എടുത്തുകൊണ്ട് ഓടുകയാണ്. അവസാനം പുറകെ പോകുന്ന ചിത്രഗുപ്തന് ആ ബുക്ക് അരുന്ധതി കൊടുക്കുന്നു. അരുന്ധതിയുടെ ഇപ്പോഴത്തെ പരാതി കുട്ടികളുടെ സ്കൂളിന്റെ ദൂരം കൂടിപ്പോയി. സ്കൂളിൽ പോകാൻ കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കണം, തിരിച്ചു വരുമ്പോൾ ഒത്തിരി താമസിക്കും എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേൾക്കുന്ന ചിത്രഗുപ്തന് കരച്ചിൽ വരികയാണ്. ചിത്രഗുപ്തൻ ദേഷ്യത്തോടെ എല്ലാ ആത്മാക്കളെയും പോലെ അല്ല നീ ജീവിക്കുന്നത്, നീ പരലോകത്ത് പോകാതെ ഈ ഭൂമിയിൽ നിന്ന് എന്നെ നരകത്തിലാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് വിഷമിച്ചിരിക്കുകയാണ് അരുന്ധതി. ഈ സമയം സ്കൂളിന്റെ കാര്യം ആലോചിച്ച് വിഷമിച്ച് കുട്ടികൾ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന മഹേന്ദർ കുട്ടികളോട് നിങ്ങൾ നന്നായി പഠിക്കാൻ വേണ്ടിയാണ് ആ സ്കൂൾ സെലക്ട് ചെയ്തതെന്നും ഇന്നു മുതൽ നിങ്ങളുടെ അമ്മയും അച്ഛനും ഞാനായിരിക്കുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കുട്ടികൾ സന്തോഷത്തോടെ മഹേന്ദ്രനെ കെട്ടിപ്പിടിക്കുകയാണ്. മഹേന്ദ്രൻ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം കാണുന്ന അരുന്ധതി സന്തോഷത്തോടെ നിൽക്കുന്നു. മാറി നിന്ന് ഇതെല്ലാം കാണുന്ന മഹേശ്വരി കുട്ടികളെ എങ്ങനെയെങ്കിലും മഹേന്ദ്രനിൽ നിന്ന് അകറ്റണമെന്ന് മനസ്സിൽ പറയുകയാണ്. ശേഷം അരുന്ധതി ചിത്രഗുപ്തനോട് സന്തോഷം കൊണ്ട് കരയുകയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ചിത്രഗുപ്തൻ അരുന്ധതിയോട് നിന്റെ ലോകത്തേക്ക് പോകാൻ പറയുന്നത് കേൾക്കുന്ന അരുന്ധതി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഈ ഭൂമി വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇവിടെ കൂടുതൽ കാലം നിന്നാൽ നീ ഒത്തിരി സത്യങ്ങൾ തിരിച്ചറിയേണ്ടി വരും. അത് കേട്ട് വിഷമിക്കാതിരിക്കാൻ മനസ്സ് തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ട് ചിത്രഗുപ്തൻ അവിടെ നിന്നും പോകുന്നു. അരുന്ധതി അത് ഏത് സത്യമായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ രണ്ടാനമ്മ ഫാഗിയെ വിളിച്ചിട്ട് ക്യാഷ് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. അത് കാണുന്ന കൂട്ടുകാരി ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫാഗിയുടെ ഹാൻഡ് ബാഗ് കൊണ്ടു കൊടുക്കുകയാണ് കൂട്ടുകാരി. എന്നിട്ട് ബാഗിൽ നിന്ന് താലിമാല എടുത്ത് ഫാഗിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഫാഗി. അടുത്ത എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണും വരെ ബൈ.